അടിയില് എന്റെ ഭർത്താവിന്റെ പേര് വലിയ അക്ഷരങ്ങളിൽ എഴുതിയിടുക. അത് കൊള്ളാം കേട്ടോ, അത് കൊള്ളാം. അതാകുമ്പോ എന്തെങ്കിലും കടം വരുമ്പോഴും വെക്കാം. അങ്ങനെ അത് നല്ല പരിപാടിയാണത്. പിന്നെ 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 വേറെന്തേലും ഞാൻ ഇന്ന് കുലിസ്ത്രീയാണോ? അയ്യോ എലി ആട്ടിയല്ലേ ഡ്രാഗൺ ഡു യു കോപ്പി ഡ്രാഗൺ ഹലോ ഡ്രാഗൺ ഡു യു കോപ്പി റേഡിയോ 117 ഹലോ ഞാൻ സ്ക്രീനിൽ നിന്ന് കാണി കൊടുത്താലേ അവനെ കാണാൻ പറ്റൂ. ഞാൻ ക്യാമറ വലുതാക്കിയ പോരെ. എടാ എത്ര ലൈറ്റ് ഉണ്ടടാ ബോബ എനിക്കിവിടെ? ഒറ്റ ലൈറ്റേ ഉള്ളൂ. അതെന്താ യൂട്യൂബ് സ്റ്റുഡിയോ. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഇവിടെ ഉറങ്ങിയ നീ അടിച്ചു കൊന്നതായിരിക്കും ട്യൂബിനെ. ഇത് ബോബ ടച്ചിങ്സ് മേടിച്ചാ ചുമയാണ്ട് ജങ്ക് ഫുഡ് ഒന്നും കഴിക്കരുത്. എന്തെങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? നീ ചെറുക്കനെ ആട്ടി ഉറക്കിയല്ലേ? പിള്ളേർക്ക് പേടിയാണ്. അടിപൊളി. ഏത് കാട്ടിലായിരുന്നു? കാട്ടിലൊന്നുമല്ല, ഞാൻ പറഞ്ഞു ഏതോ കാട്ടിൽ പരിപാടി. ഞാൻ ബാംഗ്ലൂരാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഔട്ടർ കർണാടകയുടെ വൺ സൈഡ് യാത്ര മാത്രം ഒരു 4 മണിക്കൂർ ഉണ്ടായിരുന്നു. വലിയൊരു യാത്രക്ക് ശേഷം വന്നിരിക്കുക. വലിയൊരു യാത്രക്ക് ശേഷം അത് പിന്നെ എങ്ങോട്ടൊക്കെ പോയി. കോച്ചന്റെ കോച്ചന്റെ കോച്ചിന്റെ കോച്ച് വിജയ് വിജയ് കോച്ച് ചെയ്തോ? ആണോടാ? കോച്ച് ആര് തേർ? ഹലോ കോച്ച്. കോച്ച് ഹലോ കോച്ചുണ്ട് ചേച്ചി, അറിഞ്ഞില്ല. ഞാനോ? വെറുതെ ചുമ്മാ ഫേസ് ക്യാം വെച്ചൊക്കെ ആൾക്കാരെ ജഡ്ജ് ചെയ്യണം നിങ്ങള്. എന്തൊരു നാട്ടുകാർ ഇതൊക്കെ സത്യങ്ങൾ പറയുന്നു. ഹായ് കോച്ച്. ഗുഡ് 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 ഗുഡ്. എല്ലാവർക്കും സുഖമാണോ? 2 BHK 50,000 പേരുണ്ട് ഇവിടെ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇന്നൂടെ ലൈവ് കാണാൻ പറ്റുള്ളൂ. അതെ, കഴിഞ്ഞ് വീട് കൊടുക്കുക. അതെ, വീട് കൊടുക്കുക. ഇന്നെന്തായാലും പറഞ്ഞു വിടും. എത്ര നാളായി? 17 പേരുണ്ട് ഈ 2 BHK യിൽ നിന്ന്. ഒരു 51 സീറ്റർ ബസ് വരുന്നുണ്ട്. പോഡ്കാസ്റ്റ് ലൊക്കേഷൻ ഉണ്ട്. അതേതാ ചേച്ചി ബ്രാക്കിലെന്ന്? നിന്റെ ബാബന്റെ ഭാര്യ. അതെ, എന്റെ ഭാര്യയാണ്. ഹലോ ഗായ്സ്, ഞാൻ 2 മണിക്കൂറത്തേക്ക് ഈ റൂം ഒന്ന് വാടകയ്ക്ക് എടുത്തതായിരുന്നു. ഉടമസ്ഥകൾ മുടിച്ചിരിച്ചു. അല്ല, അടുത്ത 3 ദിവസം ഈ ബാക്ക്ഗ്രൗണ്ടിൽ ലൈവ് വരാൻ പോണ ഞാനാ. അപ്പൊ എന്നെ നിങ്ങൾക്ക് എനിക്ക് ഹസ്ബൻഡ് ഇല്ലേ? ഇതൊരു ചോദ്യം. ചേട്ടാ നാട്ടുകാര് അവരാന്ന് പറയുന്നത്. ചേട്ടാ പെട്ടെന്ന് വന്നേ ചേട്ടാ. ചോദിക്കാൻ പറഞ്ഞ ഗ്രഹനാഥൻ ഇല്ലേന്ന് ചോദിക്കണം. ഇവിടെ ഗ്രഹനാഥൻ തിരക്കണ. എനിക്ക് ഹസ്ബൻഡ് ഒന്നും ഇല്ലേ? എലി സിംഗിൾ ആണേ. ആരെല്ലാം ഞാൻ സിംഗിൾ ആണേ. എലി സിംഗിൾ ആണേ. അണ്ണനെ കാണാൻ വന്നതാണ്. എടാ അങ്ങനെ പറയലടാ, അവർക്ക് പെട്ടെന്ന് കേൾക്കുമ്പോ അവർക്ക് ഈഗോ അടിക്കണം. ലൈവ് തുടങ്ങിയപ്പോൾ തൊട്ടിരിക്കുന്നവര് നിന്നെ കാണാതിരിക്കാൻ മനസ്സിലായി. ഇപ്പന്മാരുണ്ടല്ലോ. പിന്നെ ധർമ്മ
ഒരു പന്നി കച്ചവടക്കാരൻ വിളിക്കുന്നത് ഞാൻ ഗെയിമിലാണ്. എന്താ വെച്ചാൽ കത്തി അതിന്റെ ഇടയ്ക്ക് കൊച്ചിനെ പേടിപ്പിച്ചതല്ലോ. ഞാൻ കണ്ടു. അതോടുകൂടി ഉറങ്ങി. ആ ആട്ട് ഇന്ന് ഉറക്കിന്ന് പറ, ഉറക്കിന്ന്. അവൻ പേടിച്ചു പോയി. ഞാനിങ്ങനെ പോയി ചോദിച്ചു വാങ്ങിക്കുന്നു ശരിക്കും ലൈവ് എടുക്കട്ടെ, ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. റൂം കൊടുക്കണം. അപ്പൊ ചുമ്മാ ആണ്, അതൊക്കെ എക്സ്ക്യൂസ് ആണ്. ഞങ്ങൾ അപ്പുറത്തെ റൂമില്ല, ചുമ്മാ ഇതൊക്കെ എക്സ്ക്യൂസ് ആണ് കേട്ടാ. അയ്യോ ചാറ്റിലായാലും കേസ് കൊടുത്താൽ ചൈൽഡ് അബ്യൂസിന് നീ ஏமாத்துக்கோழி எலி ഞാൻ കോച്ചിനെ ആദ്യമായിട്ടാ ഫസ്റ്റ് ടൈം മീറ്റിംഗ്. இல்ல நம்ம முன்னாடி மீட் ஸ்டேஜ் லைக் அவ்வளோ ആ മോളില്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ലൈവ് എടുത്തിട്ട് വരെ എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ ഇനി ഇവിടെ നിന്ന് ലൈവ് ചെയ്തത് ഞാൻ അവരെ അപമാനിക്കുന്ന പോലെയാണ്. ട്രീസേ ഹലോ 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 ലൈവ് എൻഡിങ്. ഹലോ അതെ ആ ഹലോ എലി. ഞാൻ നാളെ വരാവേ. ആ ശരി എലി, പോയിട്ടോ. ഓ കണ്ടു പോയിട്ടോ ഐഷൺ ബാബ. കുലസ്ത്രീയാണ്. കുലസ്ത്രീ നാളെ ഞാൻ പിടിക്കാവേ. നല്ല വായലി. ഗൈസ് അപ്പോ ബൈ വിത്ത് ഫുൾ ക്യാമറ. ഗൈസ് അപ്പൊ ബൈ, ഞങ്ങള് പോവാ. ഞങ്ങളിവിടെ ആളുകളുണ്ട്. ഇവരെയൊക്കെ ഞാൻ അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് ഒന്ന് കിടത്തട്ടെ. എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചു കൊടുക്കട്ടെ. നാളെ അവനാ. നാളെ ഞാനില്ല, നാളെ അവനായിരിക്കും. നാളെ ഇനി അവന് കിക്കില് സ്ട്രീം വേണം കൊറേ. പൊക്കോന്ന് പോവാ. നാട്ടുകാര് സയൻസ് ഡേ കൊണ്ടുണ്ടോ നിനക്കൊക്കെ? തുടങ്ങി ട്വിൻസ് സ്പാം ചെയ്യാൻ തുടങ്ങി പിള്ളേര്. ഞങ്ങള് ട്വിൻസ് ആണ്. അതെ, സമ്മതിച്ചു കൊടുക്കാം. കടവാവൽ, താങ്ക് യു. ബൈ ഗൈസ്, സീ യു, ഗുഡ് നൈറ്റ്. നമുക്ക് ഇനി എപ്പോഴേലും കാണാട്ടാ. ബൈ, ലവ് യു.